ലോറി ലൈഫ് അതൊരു വികാരമാണ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ലോറി ലൈഫൊക്കെ ആയിട്ട് പോയതായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, വീണ്ടും ഒരു ലോറി ലൈഫ് ചെയ്തപ്പോൾ നമുക്ക് വ്യൂസൊന്നും തീരെ കിട്ടിയില്ല. വളരെ നിസ്സാര വ്യൂസും കാര്യങ്ങളൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയത്. 100ഉം 150ഉം 160ഉം വ്യൂസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോറി ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം തൽക്കാലമായിട്ട് നമ്മൾ നിർത്തി. വീണ്ടും ടൂറിസ്റ്റ് ബസ്സുകളുടെ വീഡിയോസ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. റിവ്യൂസിൻ്റെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ നൈറ്റ് സർവീസ് ബസ്സിൻ്റെ ജേണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ ചെയ്തിരുന്നത്. അത് ഇപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. അത് നമുക്കിപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അത് ചെയ്യുമ്പോഴും അത് 300ഉം 500ഉം വ്യൂസും കിട്ടുകയാണ്. സെയിം കണ്ടൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ വ്യൂസും ഉണ്ട്. കേരളത്തിൽ ആദ്യം തന്നെ നൈറ്റ് സർവീസ് ബസ്സിൻ്റെ ജേണി ചെയ്ത് ഞാനാണ്. അത് ഗംഭീര വീഡിയോസ്. ഇപ്പോൾ ചില ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, വേറെ ആൾക്കാർ ചെയ്യണത് കണ്ടില്ലേ എന്നുണ്ട്. എൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് പഠിപ്പിക്കരുത്. കാരണം ഞാനാണ് ഇത് ആദ്യം തുടങ്ങി വെച്ച ആൾ 4 വർഷം മുന്നേ. അപ്പോൾ പോയിട്ട് ചേട്ടന്മാർ ആദ്യം അത് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ മനസ്സിലാവും ആരാണ് ആരുടെ കോപ്പി അടിച്ചേക്കണേന്ന്. എൻ്റെ കണ്ടൻറ്റ് കോപ്പി അടിച്ചിട്ടാണ് പല പ്രമുഖ യൂട്യൂബർമാരും വീഡിയോ ചെയ്യണത്. നൈറ്റ് സർവീസ് ബസ്സിൻ്റെ ജേണി ആണെങ്കിലും ശരി, ട്രക്സിൻ്റെ ജേണി ആണെങ്കിലും ശരി. ട്രക്സ് അല്ലെങ്കിൽ ലോറി ലൈഫ് എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട്ടിൽ വരെ തമിഴന്മാർ വരെ നമ്മുടെ ചാനൽ കണ്ട് കോപ്പി അടിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാരാണ് മാസ് അല്ലെങ്കിൽ ആരാണ് ആദ്യം ചെയ്തേക്കണേന്ന് നോക്കുക. പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചിട്ട് പറയാം. ഞാൻ എല്ലാ വണ്ടി ഓടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ ഹെവി വണ്ടികളും നിങ്ങളിതിൽ ഒരു ഹെവി വണ്ടി ഇല്ലാത്തത് നിങ്ങൾ കാണിച്ചതാണ്. എല്ലാ ടൈപ്പ് വണ്ടി ഹെവി ഓടിച്ച് 1000ഓളം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 900 വീഡിയോയും ഞാൻ വണ്ടി ഓടിച്ചിട്ടായിരിക്കും. ബാക്കി 100 വീഡിയോ ഷോർട്ടായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ഓടിച്ചിട്ട് വീഡിയോ ചെയ്തേക്കണേ. അപ്പോൾ അതിൽ കുറച്ച് അഹങ്കാരമുണ്ട്, അഹങ്കരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യണ കമൻറ്റുകളികളെടുത്ത് ഇപ്പോൾ ഹണി റോസിൻ്റെ ഗതി വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചൊക്കെ കമൻറ്റ് ചെയ്യാമെന്ന് എപ്പോഴും പറയാൻ